പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹൈഡ്രാഞ്ചിയാണ് കേട്ടോ നമ്മുടെ മെയിൻ കണ്ടന്റ്. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കാണുന്നതാണ്. പക്ഷെ ഇവിടെ UK ഇതിൻ്റെ പല വെറൈറ്റികളുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിരുന്നു. ഇത് നമ്മുടെ വീട്ടിലെ തന്നെ ഹൈഡ്രാഞ്ചിയാണ്. ഇതൊക്കെ ഇതിൻ്റെ ഈ ഒരു കുടലയിൽ തന്നെ എത്ര എണ്ണം നോക്കി ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ചെത്തിപ്പൂവിൻ്റെയൊക്കെ കുറച്ചും കൂടി ഒരു വലിയൊരു വകഭേദം അല്ലേ. നല്ല ഒരു സൈസ്, ഒരു ചുമപ്പും പിങ്കും പോലത്തെ ഒരു വെറൈറ്റിയാണിത്. കുറേ ഉണ്ടായിട്ടുണ്ട്, കുടല കുത്തി ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മുട്ടാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ മുട്ട് വരുന്നത്. ഇവിടെ അതേ ഹാഫ് വിടർന്നത് നിൽപ്പുണ്ട്. ഇത് നമ്മുടെ വീട്ടിലെ സ്വന്തം ഹൈഡ്രാഞ്ചിയ. ഇനി നമുക്ക് കുറച്ചും കൂടി കിട്ടും കേട്ടോ. ഒന്ന് നടന്നു വരട്ടെ. ഇത് നമ്മുടെ വീട്ടിലെ തന്നെയാണ്, പക്ഷേ ഇത് വൈകുന്നേരമാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ സമയം 8:30 PM ആയി. ഇതെനിക്കൊന്ന് വാടിപ്പോയി കുറച്ച്. ഇത് വെള്ളയാണത്, അത് കുറച്ചൊന്ന് വാടിപ്പോയി. അതിൻ്റെ കൂടെ എന്തൊരു ലിസി എപ്പോഴും ബിസിയാണല്ലോ. ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ലിസി ബിസി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അപ്പച്ചനും അമ്മച്ചിയാണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടിലെ ഹൈഡ്രാഞ്ചിയുടെ കളർ കണ്ടോ, ഒരു നല്ലൊരു പ്യുവർ വയലറ്റാണിത്. അത് അപ്പുറത്തേക്ക് വേറൊരു വകഭേദം വയലറ്റ് തന്നെയാണെങ്കിലും ഇതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ മണ്ണിൻ്റെ pH വാല്യൂ അനുസരിച്ച് ഇതിൻ്റെ കളർ വ്യത്യാസപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ചെടിയിൽ തന്നെ പല കളറുകൾ കാണപ്പെടുന്നത്. ഇനി നമുക്ക് പോകാൻ വേറെ. ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോഴേ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ വീട്ടിലെ കളറിൻ്റെക്കാൾ കുറച്ചും കൂടി ഇളം കളറാണ്. അത് നോക്കി ആ ഇലകൾ കാണാൻ വയ്യാത്ത വിധത്തിൽ അത്രയും മാത്രം ഹൈഡ്രാഞ്ചി ഉണ്ടായി കിടക്കുന്നു. എന്ത് രസമാണ് കാണാനായിട്ടില്ല. നല്ല കൊട്ട പോലെ, ബൊക്കെ പോലെ നല്ല ഭംഗിയായ രീതിയിൽ മനോഹരിയായിട്ട് ആ ഒരു ചെടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കേട്ടോ. ലൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ഈ ഒരു കളറ് നോക്കിയേ, ഇത് ഏത് കളറാണെന്ന് പോലും എനിക്കറിയുന്നില്ല. വെള്ളയാണോ ലൈറ്റ് പിങ്ക് ആണോ, അത് ഒരു കുടലയിൽ ഉണ്ടായി കിടക്കുന്ന നോക്കിയേ. ഒരു ഇത്ര ഉണ്ട്. എൻ്റെ കൈ നിറയെ ഉണ്ടത്. അതിൻ്റെ തന്നെ ഇവിടെ ഉണ്ടോ pH വാല്യൂ മാറുന്നതനുസരിച്ച് ഈ ഒരു ചെടിയിൽ തന്നെ വേറൊരു കളർ വന്നേക്കണം കേട്ടോ. ഒരു ഇളം നീല. എന്തൊരു അതിശയമല്ലേ ഇതൊക്കെ. നമ്മുടെ നാട്ടിൽ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നീലയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു കളറൊന്നും കണ്ടതായിട്ട് ഓർക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ അതിനൊന്ന് സുന്ദരിയാക്കാനായിട്ട് ഒരു ബ്ലാക്ക്ബെറി വന്നിരിക്കുന്നു. അപ്പോൾ ഈ കളർ നമുക്ക് കിട്ടി. അല്ലോ ഇതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, നിറയെ ഉണ്ടായിരുന്നു. ആ കളർ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു കളറ്, ഇവിടെ ഒരു കളറ്, നിറയെ പൂക്കൾ. അടിപൊളി. അവിടെ ഉണ്ടോരണം. ഇതിൻ്റെ തന്നെ ചെരുത്തി എനിക്കാന്ന് തോന്നുന്നത്. സൂപ്പർ. ഹൈഡ്രാഞ്ചിയെ തേടി പോയിക്കൊണ്ടിരുന്നപ്പോഴേ നമ്മളെ ആകർഷിക്കുന്ന ഈ കളറും മാടി വിളിക്കുക. ലിസച്ചിൻ്റെ കൂട്ടുകാരെ എന്നെ കൂടി കാണിക്കാമോ എന്ന് വെച്ചിട്ട്. ഇതെങ്ങനെ കാണിക്കാതിരിക്കും അല്ലേ. ഇതിൻ്റെ പേരോ നാളോ ഒന്നും അറിയാൻ പാടില്ല, പക്ഷേ കണ്ടപ്പം വളരെ ക്യൂട്ടായിട്ട് തോന്നി. നമ്മുടെ ഒരു കോളാമ്പിപ്പൂവിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചറാണ്, പക്ഷെ കടും പിങ്ക് നിറം. ഇത് നിറയെ ഉണ്ടായി കിടക്കുന്നു. നോക്കിയാൽ ഈ ചെടിയിൽ നിറയെ ഉണ്ടായി കിടക്കുന്നു. ഇതിനു മുമ്പ് ഇവിടെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത്. പക്ഷെ ആരുടെയും അറിയില്ല, ഈ വീട്ടുകാരുടെ ആണോ അത് പുറം ലൈക്ക് കൗൺസിലിൻ്റെ ആണോ എന്ന് അറിയാൻ പാടില്ല. ഇത് കണ്ടോ, അടിപൊളി, സൂപ്പർ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അതിൻ്റെ തൊട്ടിപ്പുറത്തെ നമ്മുടെ നാട്ടിൽ വെള്ളിലത്താളിയൊക്കെ പോലെയല്ലേ, അതുപോലത്തെ ഒരു പൂവ് നോക്കിയേ. അതിൻ്റെ ഇല കണ്ടോ, ഇല നമ്മുടെ വേറൊരു സൈസ് ഇലയും ഈ ഒരു പൂവും. എന്ത് പൂവാന്നറിയില്ല, പെട്ടെന്ന് വെള്ളിലത്താളിയുടെ ഒരു ഓർമ്മ വന്നു കേട്ടോ. അത് ഈ ചുമപ്പിൻ്റെ അടുത്ത് വെള്ള വന്നപ്പം ഭയങ്കര സുന്ദരിയായിട്ടിരിക്കുന്നു രണ്ടുപേരും. റോഡ് സൈഡിൽ തന്നെ ഇത് നോക്കിയേ, എത്ര സുന്ദരിയായിട്ട് നിൽക്കണം നോക്കിയേ. ഈ ഒരു ചെടിയിൽ ഉണ്ടായി കിടക്കുന്ന ഈ നമ്മുടെ വീട്ടിലേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റ് കളറാണിത്. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഭംഗിയ 2 ചെടിയുണ്ട്. ഇതുണ്ട്, ഇതിൻ്റെ അപ്പുറത്തും ഉണ്ട്. ഇത് ഈ കളർ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊരു ഭംഗിയ കാണാനായിട്ടല്ലേ. സൂപ്പർ. എന്തായാലും ഇന്ന് വന്നത് വെറുതെ ആയില്ല, കുറേ കിട്ടി നമുക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രാഞ്ചി അല്ല, അതിൻ്റെ തന്നെ ഒരു വകഭേദമാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ഭംഗി നോക്കിയേ, നല്ല പ്യുവർ വൈറ്റാണ്. അത് ഉണ്ടായി കിടക്കുന്നത് മറ്റേ ഈ നമ്മുടെ ഹൈഡ്രാഞ്ചിയുടെ ഷേപ്പിലല്ല. ഇതിങ്ങനൊരു കോൺ ആകൃതിയിൽ ഇങ്ങനെ വന്നിരിക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ വന്നിരിക്കുകയാണത്. അതിൻ്റെ താഴെ നിറയെ ചെത്തിപ്പൂ പോലത്തെ പൂക്കളും ഇവിടെ നിറയെ മുട്ടുകളും. ഈ ചെടി നിറയെ ഉണ്ടത്. ഇത് രസം കാണാനായിട്ട്. ഇത് കഴിഞ്ഞ വർഷം ഞാനും ടീനയോണി വന്നെടുത്ത ഒരു ഫ്ലവറാണ്, അതുകൊണ്ട് അറിയായിരുന്നു ഇവിടെ ഉണ്ടാവുമെന്ന്. എൻ്റെ ഇത് ഏറ്റവും വലുതാണെന്ന് തോന്നുന്നത്. ഓക്കെ, എൻ്റെ ഇല പക്ഷേ നമ്മുടെ ഹൈഡ്രാഞ്ചിയുടെ ഇല പോലെ തന്നെയാണ്, പക്ഷേ ഈ പൂക്കൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഭയങ്കര നമുക്കിങ്ങനെ ഇങ്ങനെ നിൽക്കാൻ തോന്നും കുറേ നേരം. അത്രയ്ക്ക് മനോഹരിയായ പൂക്കൾ, അതും വെള്ളയാവുമ്പോഴേ പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. കുറേ ഹൈഡ്രാഞ്ചിയൊക്കെ കാണാൻ പറ്റി. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടമായതെന്ന് പറയണേ.
എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ലിസി എന്നാണ്. എല്ലാവരും ലിസി ചേച്ചി എന്ന് വിളിക്കും. UK-ലാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ യൂട്യൂബ് ചാനലും പിന്നെ നേച്ചറും പൂക്കളും ചെറുതായിട്ട് ചാരിറ്റിയും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. ഇത് ഞങ്ങളുടെ ഡോഗാണ്. ഇവനെയും നടക്കാൻ കൊണ്ടുപോയി. കണ്ണാ, എൻ്റെ പേര് കർണന്ന. വിളിച്ച് ഇപ്പോൾ കണ്ണാന്നായി. ഇപ്പം 8 വയസ്സായ ജർമ്മൻ ഷെപ്പേർഡാണ് കേട്ടോ. ഭയങ്കര കെയറിങ് ആണ്, ലവിങ് ആണ്, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അവനെ നടക്കാൻ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്നൊരു രംഗമാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.